അവസ്ഥ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ കൈയിലേക്ക്? ഷീലക്ക് അവിടെ തന്നെ കീഴെ വിழுந்ததுல கை பொட்டியதுனால நாங்க ஹாஸ்பிட்டலுக்கு போனது. அன்னைக்கு விம்ஸுக்கு போய் அங்க ஏதிலன்னு பறஞ்சது. திருப்பி வந்து ஆயுர்வேத டாக்டர் வந்து ரத்த கட்டானு சத பரண்டானு நீர் வச்சானு மொத்த இதாயின்னு வேதனை இருக்கு. அதனால இப்ப நாங்க ஒரு ஆழ்ச்சியா கட்டு போட்டிருக்கு. நீ மறுபடியும் இன்னொரு ஆழ்ச்சியா கட்டு போடுறதுன்னு அவருக்கு பறஞ்சது. எங்களுக்கு ഏതും കിട്ടിയിട്ടില്ല. പൈസ ഏതും കിട്ടിയില്ല. ചികിത്സാ സഹായം ഒന്നും കിട്ടിയില്ല. ചികിത്സ സഹായം ഏതും കിട്ടിയില്ല. പഞ്ചായത്ത് செஞ்சது എല്ലാം. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇതുവരെ ഏതും കിട്ടിയില്ല. പൈസ ഏതും കിട്ടിയില്ല. ഇങ്ങ ഉള്ള എംപിമാർ யாரும் வந்து നിങ്ങൾ வந்து നോക്കിയിട്ടില്ല. എതും ചെയ്തിട്ടില്ല. എന്താ പറയാനുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ഇപ്പൊ പാടി മാറ്റിയല്ലേ? പാടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നാളെ മറ്റാൾ മാറും. നിങ്ങൾ തന്നെയാണോ വൈറ്റ് വാഷ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണോ? കമ്പനി പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്. കമ്പനി പൈസ കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്തതാണ്. മറ്റേ ചികിത്സാ സഹായം ഒന്നും ചെയ്തിട്ടില്ല. ആരും വന്ന് ഇതുവരെ നോക്കിയിട്ടില്ല. വിപരീതഗാന്ധി വന്ന് ഇതുവരെ നോക്കാൻ വേണ്ടിയ ആളാണ്. ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. ഇതുവരെ ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്നും ഇതും ചോദിച്ചിട്ടില്ല. ഒന്നുമില്ല. പൈസ ഇതുവരെ ഇതും കിട്ടിയിട്ടില്ല നമുക്ക്. അതാണ് നോക്കണം. നമ്മൾ നോക്കിയിട്ട് പോയാൽ അവർക്ക് അറിയില്ല എന്താ സ്ഥിതിയിലുണ്ടെന്ന് അവർക്ക് അറിയാം. നമുക്ക് പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ നാളെ പോണത് കട്ട് വന്ന് മൂന്നാമത് കട്ട് കട്ടാൻ പോവാ. നാളെ പോയിട്ട് വന്ന് എന്താ കണ്ടില്ലേ? ഇത് നമ്മൾ വയനാട് കള്ളാടിയിലെ ദുരന്തബാധിത പ്രദേശത്ത് നിന്ന് ആ ഒരു വാഹനത്തിൻ്റെ അടിയിൽ പെട്ടു പോവാതെ രക്ഷപ്പെട്ടു വന്ന ആ ഒരു ചേട്ടനെയും ചേച്ചിയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വീഡിയോയിൽ മുൻപ് മുഹമ്മദ് റിയാസ് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, ചേർത്ത് പിടിക്കൽ കൊണ്ട് രക്ഷപ്പെട്ട ജീവിതം അല്ലെങ്കിൽ ചേർത്ത് പിടിക്കൽ കൊണ്ട് പുതിയ ജീവിതം പടുത്തുയർത്തിയ 2 പേരാണ് ആ കള്ളാടി ദുരന്തത്തിൽ ആ ടാങ്കറിൻ്റെ പുറകിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. അങ്ങനെ ആ ഒരു ചേർത്ത് പിടിക്കൽ ഒന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചേച്ചി ഇന്ന് ആ ചേട്ടനോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ 2 പേരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ഒരുമിച്ച് ആ കൈ പിടിച്ച് ചേർത്ത് പിടിച്ച് ഓടിയത് കൊണ്ട് തന്നെയും. ചിതറി ഓടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരും ആ മണ്ണിനടിയിലെ ഒരു ജീവിതം, ഒരു മരണപ്പെട്ട ഒരാളുടെ ആ ഒരു പ്രതീകം, ആ ഒരു പേരിലേക്ക് ഒതുങ്ങിക്കൂടിയനെ. ഇന്ന് ആ ദുരന്ത ഭീതിയിൽ നിന്ന് ആ ഭീതി പൂർണ്ണമായിട്ടും വിട്ടുമാറാതെ പ്രകൃതിയിൽ ആ ഒരു മഴയുടെ ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു കുറവ് വന്ന് അവർ ഒരു സൈഡിലേക്ക് മാറി അവർക്ക് വേണ്ടി സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു വീടിലേക്ക്, ഒരു കുടിലേക്ക് അവർ താമസം മാറി. അതിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തന്നാണ് കഴിഞ്ഞ ദിവസം. അങ്ങനെ അവർ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരോട് കൈരളി ചാനലിൽ പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിന്തുണ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും ചികിത്സാ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ മെഴുകാനായിട്ട് ഒരുപാട് ആളുകൾ വരും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെ പറയാൻ പോകുന്നതായിരിക്കും, കൈരളി ചാനലല്ലേ അതുകൊണ്ട് ഇങ്ങനെ വരും, അല്ലെ കൈരളി ചാനലിനെ കൊണ്ട് അവർ പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ സംസാരിക്കുകയാണ്, അല്ലെ ചേച്ചി സംസാരിക്കുകയാണ്, അവരതുകൊണ്ടാണ് ഇങ്ങനെ വിക്കി പറയുന്നത്, അല്ലെ അവരങ്ങനെ കള്ളത്തരങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് നോക്കി വായിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യങ്ങളെ നമുക്ക് വളച്ചൊടിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് യാഥാർത്ഥ്യം? വയനാട് ചൂരൽമലയിൽ 2024 പ്രകൃതി ദുരന്തമുണ്ടായി, അല്ലേ? ആ പ്രകൃതി ദുരന്തം വെറുതെ ഒരു പ്രകൃതി ദുരന്തം നമുക്ക് പറയാൻ പറ്റില്ല. കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ചൂരൽമലയിൽ ഉണ്ടായത്. അന്ന് ആ ദുരന്തമുഖത്ത് അതിൽ അവശേഷിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അന്ന് അധികാരത്തിലിരുന്ന അധികാരവർഗം അതാരായിരുന്നു? ഹൃദയപക്ഷമെന്ന് നല്ല മനുഷ്യർ പേര് ചേർത്ത് വിളിക്കുന്ന ഇടതുപക്ഷമെന്ന് പറയുന്നൊരു സംഘടന, അല്ലെ ഒരു പാർട്ടി, നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനായിട്ടുള്ള ആണത്തമുള്ള ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ നട്ടൽ ആരുടെ മുന്നിൽ പണയം വെക്കാത്ത, വളഞ്ഞു കൊടുക്കാത്ത, ആരുടെ ഷൂ നക്കാത്ത കുറച്ച് ആളുകളുള്ള ഒരു പാർട്ടി. അവരെന്താ അവരെ ചെയ്തത്? അന്ന് ആ ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? അവർ പല ആളുകളും കുറ്റം പറയാൻ വേണ്ടി പല മാധ്യമങ്ങളുടെ മുൻപിൽ വരുമ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പലരുടെയും വാക്കുകൾ ഇടറിക്കൊണ്ട് അവർ സത്യം വിളിച്ചു പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ദിനപത്രം ഒരു ദിവസം മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ മാധ്യമങ്ങൾ ഓടിച്ചെന്നായിരുന്നു. എന്നാണ് ദിനപത്രം മുടങ്ങിയത്? ഓണത്തിൻ്റെ ആ സമയങ്ങളിലും, അല്ലെങ്കിൽ ഓണസമയമേ ഇലക്ഷൻ്റെ ആ ഒരു റിസൾട്ട് വരുന്നതിന് മുൻപ് ജനവിധി എല്ലാവരും ഈ പറയുന്ന ഇലക്ഷൻ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം ഇവരുടെ ദിനപത്രത്തിൽ ഒരു ചെറിയ മുടക്കം വന്നു. ആ മുടക്കം വന്നതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഇലക്ഷൻ്റെ ആ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞ് പല ആളുകളും അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടൊക്കെ വന്ന ചെറിയ ഒരു ഡിലേ ആയിരുന്നു. ആ ഡിലേ അവർ പിന്നീട് മാറ്റി അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് കൃത്യമായിട്ട് ഫണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് 25-ാം തീയതി ആകുമ്പോൾ നോർമലി വരുന്നതാണ്, 26-ാം തീയതി ആയപ്പോഴും വന്നിട്ടില്ല, 27, 28 ആ ഒരു ദിവസത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു തീയതിക്കകത്ത് ഇവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് അവർക്ക് കിട്ടാറുള്ള ഫണ്ട് കിട്ടി. അപ്പം മാധ്യമ പാപ്പരാസികൾ മെഴുകാൻ നോക്കിയ ഒരു ക്യാപ്സ്യൂൾ അവിടെ അങ്ങ് പൊളിഞ്ഞുപോയി.
അവർ തന്നെ കുറച്ച് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ ആളുകൾക്ക് തിരിച്ചൊന്നും പറയാനില്ലാതെ പോയി. ഇത് എൻ്റെ എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ അന്ന് ആ ദുരന്തമുഖത്ത് അവശേഷിക്കപ്പെട്ട ആളുകളെ ഏത് രീതിയിലാണ് കരുതിയതെന്നും അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തതെന്നുമുള്ളതൊക്കെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായി. ഇന്ന് അതേ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ ഒരു കള്ളാടിയിലൊരു ദുരന്തമുണ്ടായപ്പോൾ വയനാട്ടിലെ തന്നെ ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക ഒരു മാറിയുള്ളൊരു സ്ഥലത്ത്, കള്ളാടി എന്ന് പറയുന്നൊരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം തുരങ്കപാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗത്ത് അശാസ്ത്രീയമായിട്ട് മണ്ണ് കൂട്ടിയിട്ടതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലെന്ന് പറഞ്ഞുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം പങ്കുവെച്ച കുറേ വീഡിയോസ് നമ്മൾ കണ്ടു. ആ ദുരന്തത്തിൽ, ആ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പുണ്ണാക്കും ചെയ്യാതെ വായത്താളം വിട്ടുകൊണ്ട് നടക്കുന്ന കുറച്ച് അടിമ കൊങ്ങികളും കൊങ്ങികളുടെ കൊങ്ങി നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഇതാണല്ലേ വിസ്മയം. വിസ്മയം ഇനിയും വേണോ എന്ന് കൂടുതലായിട്ട് നമ്മുടെ പൂക്കികൾ എല്ലാവരും ചോദിക്കുമ്പോൾ വിസ്മയം ഇനി ഒന്നും വേണ്ടേ മതിയേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലെ ജനക്കൂട്ടങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അതായത് വയനാട്ടിലെ ആളുകളെ പിണറായി വിജയൻ സഖാവിരിക്കുന്ന സമയത്തും ഇടതുപക്ഷം ഉണ്ടായിരുന്ന സമയത്തും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത്, അതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് ആ രീതിയിൽ പോയിട്ട് അവരെ ഒന്ന് കെയർ ചെയ്യാൻ പോലും പറ്റാതെ ഇരിക്കുന്ന കഴിവുകെട്ട ഒരു ഭരണകൂടത്തിനെയാണ് നമ്മളിവിടെ കാണുന്നത്. വീട് പോയിട്ട് വീടിൻ്റെ തറക്കല്ല് പോലും ഇട്ടതിൽ നിന്നൊരു ചെറിയ രീതിയിൽ അതിൻ്റെ പായൽ പോലും കളയാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ ഒരു കല്ലിട്ടതിൻ്റെ മുകളിൽ കുറച്ച് സിമെൻ്റ് ഇടാൻ പോലും കഴിവില്ലാത്ത കുറച്ച് ആളുകൾ എന്നും വന്നിട്ട് വായത്താളം പിടിയിലാണ്. ഞങ്ങൾ അവിടെ അങ്ങ് ഉണ്ടാക്കുകയാണ്, വീടുണ്ടാക്കുകയാണ്. എന്നാണ് വീടുണ്ടാക്കുക? ഈ സംഭവം നടന്നിട്ട് ഇത്രയും കാലമായി, 2.5 വർഷത്തിന് മുകളിൽ, ഏകദേശം 3 വർഷം ആവാറായി. എന്നിട്ടും എവിടെയാണ് സിദ്ദിഖേ വീട്? ഇവർ വയനാട്ടിലെ ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന് ഞാൻ പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും പ്രശ്നം. എന്നാലും ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, നന്ദികേടും നെറുകേടും തന്നെ കാണിച്ചതാണ്. ഈ കാണിച്ച നന്ദികേടിനും നെറുകേടിനും മാത്രം, ഞാനിത് വയനാട്ടിലെ ജനങ്ങളെ മാത്രം എടുത്തു പറയുകയാണ്, ചൂരൽമലയിലെ മാത്രം ആളുകളെ എടുത്തു പറയുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രധാന കാരണമായൊരു കാര്യമുണ്ട്. ടി സിദ്ദിഖിനെ മുൻപ് പറഞ്ഞു, ഞാനൊരു വീഡിയോ നിങ്ങളെ പങ്കുവെച്ച് കാണിച്ചിട്ടുണ്ട്. ടി സിദ്ദിഖിനെ പറഞ്ഞൊരു കാര്യമുണ്ട്, ചൂരൽമലയിലെ ആ ദുരന്ത പ്രദേശത്തുള്ള ആളുകളുടെ, ഇത്ര ആളുകളുടെ 300-ൽ പരം ആളുകളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളത്. ഈ 300-ൽ പരം ആളുകളെയാണ് ഞാൻ പറയുന്നത്, നന്ദികെട്ട നെറികെട്ട ജനങ്ങൾ. പിണറായി വിജയൻ അങ്ങ് തീരണം, ഇടതുപക്ഷം അങ്ങ് അവസാനിക്കണം എന്നാഗ്രഹിച്ച് ചെയ്ത പരിപാടി. അതിനുള്ളൊരു മറുപടി തന്നെയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ല നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയവുമില്ല. ഈ ടി സിദ്ദിഖ് ജൂൺ 6-ാം തീയതി പറഞ്ഞൊരു വീഡിയോ, അല്ലെ പറഞ്ഞൊരു കാര്യമുണ്ട് വയനാട് ടൗൺഷിപ്പിനെ പറ്റി. ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഇന്ന് എന്താ പറയുന്നത് കേട്ട് നോക്കാം. ഒരൊറ്റ കാര്യമുള്ളൂ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വൈകൽ ഉണ്ടായിട്ടുണ്ട്. സമ്മതിച്ചു. 2 റീസണാണ്. ഒന്ന്, ആദ്യം ഞങ്ങൾക്ക് ഭൂമി കിട്ടാനുള്ള വൈകലുണ്ടായി. 2, ഇതിന്റെ പെർമിഷൻ കിട്ടാനുള്ളതായിരിക്കുന്ന വൈകലുണ്ടായി. ഇതിന്റെ ഇപ്പൊ ഞങ്ങള് ജില്ലാ ടൗൺ പ്ലാനർക്ക് ഇതിന്റെ എല്ലാ ക്രമീകരണവും നടത്തി ഞങ്ങൾ കൊടുത്ത അപ്ലിക്കേഷന്റെ മേലെ 17 കൊറിയിട്ട് ഞങ്ങൾക്ക് അതിന് മറുപടി തന്നു. അതിന്റെ റെക്ടിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചതായ റിപ്പോർട്ട് അടക്കം റെക്ടിഫൈ ചെയ്ത് ഞങ്ങൾ അതിന്റെ മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ മറുപടിയുടെ മേലെ ഇനി ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം അതിന്റെ ലേഔട്ട് പെർമിഷൻ കിട്ടും. പെർമിഷൻ ആയി കഴിഞ്ഞാൽ, ഇപ്പോ കിണറിന്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞു. ഇനി അതിന്റെ പെർമിഷൻ ഒരു ദിവസങ്ങൾക്കകം, വിത്തിൻ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കും. നിർമ്മാണം നടത്തുന്ന നിർമ്മാൺ ഏജൻസി, കൺസ്ട്രക്ഷൻ സ്ഥാപനം ഈ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇത് ജൂൺ 6-ന് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഇന്ന് ജൂലൈ 16 ആയ സമയത്ത് ഇതേ സിദ്ദിഖിന് പറയാൻ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ട് നോക്കാം. വീട് ഉയരും, തർക്കം വേണ്ട. ഞങ്ങൾക്ക് ഇപ്പം ഗവൺമെന്റിന്റെ പെർമിഷൻ കിട്ടി. അത് കോൺട്രാക്ടറുമായിട്ടുള്ള എഗ്രിമെന്റ് എനിക്ക് തോന്നുന്നു ഇന്ന് സൈൻ ചെയ്യും തോന്നുന്നു. ഇന്നോ നാളെയോ അത് സൈൻ ചെയ്യും കോൺട്രാക്ടറായിട്ടില്ല. നമ്മള് നിർമ്മാണത്തിലേക്ക് ഫുൾ സ്വിംഗ് പോവാണ്. ഒരു ടെൻഷൻ വേണ്ട. ആർക്കാണ് സിദ്ദിഖ് ടെൻഷൻ വേണ്ട എന്ന് നിങ്ങൾ പറയുന്നത്? ആ വീടുകളിൽ കയറി കിടക്കാൻ സാധിക്കാത്ത ആളുകളോടാണോ നിങ്ങൾ ടെൻഷൻ വേണ്ട എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ കോരിച്ചൊരിയാത്ത ഒരിടത്ത് കിടക്കാൻ സാധിക്കാത്ത ആളുകളോടാണോ നിങ്ങൾ ഈ ടെൻഷൻ വേണ്ട എന്ന് പറയുന്നത്? ടെൻഷൻ അല്ലാതെ പിന്നെ അവരെന്ത് അനുഭവിക്കണം? ദുരന്തമുണ്ടായി ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും, കോൺഗ്രസ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ട് 1 വർഷം ആവാറായിട്ടും, അല്ലെ 2 വർഷം ആവാറായിട്ടും എവിടെയാണ് വീട്?
നിങ്ങൾ തറക്കല്ലിട്ടെടുത്ത് ഒരു ചെറിയൊരു പ്രവർത്തനം തുടങ്ങാനെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? CMDRFിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള അല്ലെ ഈ കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഫണ്ട് ഇതൊക്കെ എവിടെയാണ്? സലീം കുമാറിന് സ്മാരകം ഉണ്ടാക്കലാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലെങ്കിൽ അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യം. അതിനുവേണ്ടി നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന ഫണ്ടും ഇതേ CMDRFിലെ ഫണ്ട് തന്നെയല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നിരിക്കുന്ന ഫണ്ടും മുഖ്യമന്ത്രിയുടെ പൊതുഖജനാവിലുള്ള ഫണ്ടുമല്ലേ? സ്വന്തം കീശയിൽ നിന്നൊന്നുമല്ലല്ലോ സതീശൻ ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി എടുത്ത് ചോദിക്കട്ടെ. ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞത് അതിന് ഒപ്പിടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും, ഒപ്പിട്ട് കഴിഞ്ഞാൽ വിതിൻ ഡേയ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് അന്ന് ഈ ജൂൺ 6 പറഞ്ഞത്. ഇന്ന് ജൂലൈ 16 ആയപ്പോഴും പറയുന്നത് ഒപ്പിടാനായിട്ട് ചെറിയ താമസം ഉണ്ട്, അത് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ശരിയാക്കും, എല്ലാം റെഡിയാക്കുമെന്നാണ്. എൻ്റെ പൊന്ന് സിദ്ദിഖേ, നിനക്ക് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഞാൻ ഈ ചോദ്യം ചോദിക്കാനുണ്ടായ പ്രധാന കാരണം കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ഫയൽ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ പൊടിയടിച്ച് കുറേ ഫയലുകൾക്കിടയിൽ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെ ഒരൊറ്റ സമയം കൊണ്ട് ആ ഒരു ഫയൽ പൊടി തട്ടിയെടുക്കുന്നു, കണ്ടുപിടിച്ചെടുക്കുന്നു. ആ കണ്ടുപിടിച്ചെടുത്ത ഫയലിലേക്ക് പെട്ടെന്നൊരു പോക്കറ്റിൽ നിന്ന് പേന എടുത്ത് സൈൻ ചെയ്യുന്നു, എഗ്രിമെൻറ്റ് ഒപ്പിടുന്നു, കരാർ എല്ലാം റെഡി, എല്ലാം എടി പിടി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കി, തകൃതിയിൽ നടന്നു. എന്താണ്? ബക്കാഡി കമ്പനിയുമായിട്ടുള്ള ഡീല്. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ 6 മാസക്കാലത്തോളം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത് മരവിപ്പിച്ച് വെച്ചിരുന്നൊരു ഫയലുണ്ട്, PM ശ്രീയിൽ ഒപ്പിട്ട് വെച്ചിരുന്നൊരു ഫയൽ. ആ ഫയലും പെട്ടെന്ന് എടുക്കുന്നു, മരവിപ്പീരൊക്കെ മാറ്റുന്നു, ചൂടാക്കി ആ സാധനം അങ്ങോട്ട് നരേന്ദ്രമോദിജിക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫണ്ടും എടുത്ത് നക്കുന്നു. ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും കാലതാമസം എടുത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്ര കാലതാമസം എടുക്കുന്നതെന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ലേ? ഇതിനുള്ളൊരു മറുപടി ചോദിക്കുമ്പോൾ അല്ലെ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാനായിട്ട് എന്താണ് ഇത്ര അസഹിഷ്ണുത? എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മെഴുകിക്കൊണ്ട് പോകും? എത്ര കാലം നിങ്ങളുടെ പല കഥകളും പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ വിസ്മയങ്ങളും ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് പോകും? ഇങ്ങനെ നിങ്ങളുടെ വിസ്മയങ്ങൾ കാണാനും നിങ്ങളുടെ വായ്ത്താളം കേൾക്കാനും നിങ്ങളുടെ പ്രഹസനങ്ങൾ കാണാനും മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചു വിട്ടത്. ഒന്നും ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയാനുള്ളൊരു മനസ്സ് കാണിക്കണം. അല്ലാതെ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച് വലുതെന്തോ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് പണിയെടുത്ത ഈ നാട്ടിലെ മണ്ടന്മാരെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കരുത്. നിങ്ങളെ വിശ്വസിച്ച് ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച ആളുകളാണ് ഇന്നിപ്പോൾ എല്ലാത്തിനും കണക്കിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ബസ് ആയിക്കോട്ടെ, KSRTC ആയിക്കോട്ടെ, ഇനി വയനാട്ടിലെ ജനങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മുൻപിൽ മനുഷ്യർക്കല്ല പ്രാധാന്യം, പ്രമാണിമാർക്കും പണത്തിനുമൊക്കെയാണ് പ്രാധാന്യം. നിങ്ങളൊരു പ്രമാണിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ സർക്കാർ. നിങ്ങളൊരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ സർക്കാർ. സർക്കാർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സവർക്കാരെന്ന് പറയുന്നതാണ് അല്ലേ? ഈ ഒരു VD സവർക്കർ അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്നതാണ്. ഞാനിത് പറയുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന പല ആളുകളും ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എനിക്കൊരു കോപ്പുമില്ല. കാരണം പറയാനുള്ളത് ഏതവൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയുക തന്നെ ചെയ്യുന്നേ. കറകളഞ്ഞ ഒരു നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടോ അത് കൊങ്ങിയുടെ നേതാവായിക്കോട്ടെ, കമ്മിയുടെ നേതാവായിക്കോട്ടെ, സംഘിയുടെ നേതാവായിക്കോട്ടെ, ഏതവനാണെന്ന് പറഞ്ഞാലും നിൻ്റെ ഒന്നും കതറിൻ്റെ കളർ കണ്ടുകൊണ്ട് പേടിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ചെയ്യുന്നത് തോന്നിവാസമാണെന്നുണ്ടെങ്കിൽ അത് തോന്നിവാസമാണെന്ന് തന്നെ പറയും, ചെയ്യുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിനെ പറ്റി മാത്രം എപ്പോഴും നല്ലത് പറയുന്നു, VD സതീശൻ അല്ലെങ്കിൽ വലതുപക്ഷത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് ചോദിച്ചാൽ സത്യം പറയാൻ നല്ലതൊന്നും ഇവർ ചെയ്യുന്നില്ല. നല്ലത് എവിടെയെങ്കിലും ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ എനിക്കൊന്ന് അയച്ചാൽ, എനിക്കത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ഞാനത് ചെയ്യാന്നേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം എന്തെങ്കിലും പറഞ്ഞത് ചെയ്ത് കാണിച്ചു കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ വായത്താളം വിട്ടാൽ പോരാ. ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് അന്ന് 2024 ദുരന്തമുണ്ടായതിൻ്റെ അന്ന് പറഞ്ഞതാ. ഇത്രയും കാലമായിട്ടും വീട് വെച്ച് കൊടുത്തില്ല. ആ കൊച്ചി ഇപ്പോഴും ആ വീടിന് വേണ്ടി ഓടി നടക്കുകയാണ്. അന്ന് ഇടതുപക്ഷത്തിനെ ധിക്കരിച്ചുകൊണ്ട് വലതുപക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞ വീടിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ആ കൊച്ചി ഇന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നത്. അതിൻ്റെ ഒരു വീടിൻ്റെ കാര്യത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് അല്ല കുറച്ചെങ്കിലും മര്യാദ ഉപയോഗിച്ച് ചെയ്തു കൊടുത്തുകൂടെ? ഞങ്ങൾ ചോദിക്കുന്ന ഒന്നേന്നൊരു വീട് പണിത് വലിയ രീതിയിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ പണിത് കൊടുക്കണം എന്നല്ല. ഇടതുപക്ഷ സർക്കാർ അവിടെ പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന വീടുകളുടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുണ്ട്, അതൊന്ന് തീർത്തു കൊടുത്താൽ മാത്രം മതി. വല്ല നടക്കുവോടെ?